Hello C Intermediate students, I am Dhanya Varghese, നിങ്ങളുടെ ഫാക്കൽറ്റി ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. നമ്മുടെ സെപ്റ്റംബർ 2024 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ജാൻ 2025 അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാൻ 11-നാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന 3 months എങ്ങനെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ എന്ന് പറഞ്ഞൊരു പേപ്പർ പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ എങ്ങനെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോയുടെ ഓരോ ടോപ്പിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നമുക്ക് റിവിഷൻസ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം, എക്സാംസ് എങ്ങനെ ഏതൊക്കെ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യണം, MTP RTPs എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ സ്റ്റഡി പ്ലാനിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് PDF ആക്ച്വലി കാണാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും വെയിറ്റേജ് അനുസരിച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രോഡക്റ്റീവായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചാപ്റ്റർ 1 to 4 they have given 20 to 30%, 5, 6, 7 again chapter 5, 6, 7 20 to 30%, chapter 8 to 11 പോയിരിക്കുന്ന 30 to 35% ആണ്. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് 15 to 20%. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഇൻ ടോട്ടൽ, അതായത് ടോട്ടൽ 12 ചാപ്റ്റേഴ്സ് 70 മാർക്സിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. ആ 70-ൽ നമുക്ക് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാം ആ പറഞ്ഞ 8 to 11 എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്, ബിക്കോസ് ദാറ്റ് ഇസ് 30 to 35% മാർക്സ് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ്. If you see declaration of dividend, accounts of a company, company incorporated outside India, audit and auditors, ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. സോ വിൽ ബി സ്റ്റാർട്ടിങ് ആ ടൈം ടേബിൾ ഓൾസോ വിത്ത് ദോസ് ചാപ്റ്റേഴ്സ്. അതല്ലാതെ നമ്മൾ ചാപ്റ്റർ 1 തൊട്ടിട്ട് പഠിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വെയിറ്റേജ് ഉള്ള ഏരിയ കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ 20 to 30%-ലേക്ക് പിന്നെ പോവുക. ഓക്കെ, ദ സെയിം ഇസ് എ കേസ് വിത്ത് അതർ ലോ. അതർ ലോയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ യു ക്യാൻ ആക്ച്വലി സി 30 മാർക്സ് ആണ് ടോട്ടൽ വരിക. ആ 30 മാർക്സിലും ദേ ഹവ് ഗിവൺ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ എപ്പോഴും സ്റ്റുഡൻസിനൊരു ടെൻഡൻസി ഉണ്ട്, ജനറൽ ക്ലോസിനാണോ ഇൻ്റർപ്രിട്ടേഷൻ ആണോ ഫെമിക്കാണോ വെയിറ്റേജ് കൂടുതൽ വരിക. യു ക്യാൻ ആക്ച്വലി സീ ദ പെർസെൻറ്റേജസ് ഹിയർ. അപ്പോൾ ഓരോ ആ പെർസെൻറ്റേജസിനനുസരിച്ച് വേണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. സിമിലർലി അതർ ലോയും നമ്മൾ കമ്പനി ലോ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടല്ല അതർ ലോ കൊടുക്കുക. നമ്മൾ ആ കമ്പനി ലോ കുറച്ച് ഒരു സെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വിൽ സ്റ്റാർട്ട് വിത്ത് അതർ ലോ, ദെൻ വിൽ കം ബാക്ക് ആൻഡ് ഡു ദ കമ്പനി ലോ ഒക്കെ. സോ ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ചാപ്റ്റേഴ്സ്. സോ ഈ വെയിറ്റേജിനെ പറ്റി ഫസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ സ്റ്റാർട്ടിങ് ഫ്രം 15th of October ഞാൻ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ യു ക്യാൻ ആക്ച്വലി സീ എവറിത്തിങ് ഇൻ ദ PDF. ഈ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കിട്ടും. യു ക്യാൻ ആക്ച്വലി ഡൗൺലോഡ്. ഞാൻ പറയും യു ഹാവ് ടു ടേക്ക് എ പ്രിന്റ് ഔട്ട് സോ ദാറ്റ് ഓരോ ദിവസവും പഠിക്കുന്നതിൻ്റെ നമുക്ക് തന്നെ ഒരു സെൽഫ് അപ്ഡേഷൻ കിട്ടും. ഏതൊക്കെ ടോപ്പിക്സ് പെൻഡിങ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് കംപ്ലീറ്റഡ് ആയി. ഓൺ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സീ എ റിമാർക്സ് കോളം. അവിടെ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇപ്പോൾ ഈ റിലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഡിവിഡൻഡാണ്. നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഇട്ടിട്ടുള്ള ആ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഡിവിഡൻഡിനകത്ത് ഇപ്പം ഞാനൊരു 5 ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്യുന്ന വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ ഏതാണോ യു വിൽ ആക്ച്വലി റൈറ്റ് ദ ക്വസ്റ്റ്യൻ റെഫറൻസ് ദേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവിടെ തന്നിരിക്കുന്ന സെക്ഷൻ 123-നെ ബേസ് ചെയ്യുന്ന ഏതൊക്കെ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അവിടെ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ നമ്പർ യു വിൽ റൈറ്റ് ഇൻ ദ റിമാർക്സ് കോളം. So when you study that particular topic called section 123, അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പോയി നിങ്ങൾ ചെയ്യുമ്പോൾ യു ഗെറ്റ് എ ക്ലാരിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെക്ഷൻ. ആ സെക്ഷനിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. സിമിലർലി നെക്സ്റ്റ് ടോപ്പിക് ഇഫ് യു സി 124, അതിനെ ബേസ് ചെയ്യുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ കിടപ്പുണ്ടോ, വർക്ക് ബുക്ക് സിമിലർ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കൊടുക്കണ്ട. സെയിം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡോണ്ട് റൈറ്റ് ദ റെഫറൻസ്. 2 different types of questions ഉണ്ടെങ്കിൽ 124 ആണ്. ഇപ്പോൾ ഇഫ് ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 5 and question number 6, റിമാർക്ക് കോളത്തിൽ യു വിൽ കം ആൻഡ് ഡു ഇറ്റ്. ഇനിയിപ്പോൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം പെൻഡിങ് വന്നു, ഒരു പെർട്ടിക്കുലർ ഡേയുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ റിമാർക്സ് കോളത്തിൽ യു വിൽ റൈറ്റ് പെൻഡിങ്. സോ നെക്സ്റ്റ് ഡേ യു നോ ദാറ്റ് പ്രീവിയസ് ഡേയിൽ ഈ പറഞ്ഞ സെക്ഷൻ പെൻഡിങ് ആണ്. സോ നമുക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ PDF നിങ്ങൾക്ക് താഴെ കിട്ടും. സോ ദിസ് ഇസ് അറൗണ്ട് ഒരു 2 months പ്രോഗ്രാമാണ്. 2 months ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ പഠിത്തം മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു 6 days കഴിയുമ്പോൾ ദർ വിൽ ബി എ സ്മോൾ ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ബ്രേക്കിൻ്റെ അന്ന് യു നീഡ് നോട്ട് സ്റ്റഡി എനിത്തിങ്. തൊട്ടടുത്ത ദിവസം യു ക്യാൻ ഫോക്കസ് ഓൺ അതർ സബ്ജക്ട്സ്. തൊട്ടടുത്ത ദിവസം യു വിൽ ബി സ്റ്റഡിങ് അഗൈൻ, യു വിൽ ബി റിവൈസിങ് ദ പോർഷൻ. പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യല്ല. അങ്ങനെയാണ് നമ്മൾ റിവിഷൻ പ്ലാൻ ചെയ്തേക്കണത്. അതല്ലാതെ മൊത്തം ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിവിഷൻ ചെയ്യലല്ല. അപ്പോൾ എന്താ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, നമ്മൾ പഠിച്ചത് മൊത്തം മറന്നുപോയി, ആദ്യം തൊട്ടൊന്നുകൂടെ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കഴിയുന്നു, വി ആർ ഗിവിംഗ് എ സ്മോൾ ബ്രേക്ക്, ദെൻ വിൽ റിവൈസ് എ ടോപ്പിക് വാട്ട് എവർ വി ഹവ് സ്റ്റഡീഡ്. സോ അതെങ്ങനെ സൈമിൾട്ടേനിയസ്ലി നമുക്ക് ചെയ്തു പോകാം. എവറിത്തിങ് വിത്ത് ഡേ വൈസ് യു ക്യാൻ ആക്ച്വലി സീ ഏതൊക്കെ ദിവസം റിവിഷൻ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ സെൽഫായിട്ട് നിങ്ങൾ എക്സാം എഴുതണം. എവറിത്തിങ് ഇസ് റിട്ടൺ ദർ.
ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ട്രിപ്പിൾ സോൾവ് ചെയ്തേക്കുന്ന നിങ്ങൾ ചാപ്റ്റർ വൈസ് ഇട്ട എക്സാംസ് ഒക്കെ നിങ്ങൾ നോക്കണം. സോ ദാറ്റ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. 3 hours ഞാൻ എക്സാം ഡേ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ 2 hours 3 hours എക്സാം ഇരിക്കുക, 2 to 5 ഇരിക്കുക, ക്ലബ് 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടേക്ക് 1 ചാപ്റ്റർ, അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കുക, 3 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സോ ടൈം മാനേജ്മെന്റ് വി ഗെറ്റ് എൻ ഐഡിയ. കാരണം വി കനോട്ട് ടേക്ക് മോർ ദൻ 7 to 8 minutes ഫോർ 1 question. കാരണം അതിൽ കൂടുതൽ എടുക്കുമ്പോൾ you will not be able to complete the answers. Questions direct alla varu, questions are indirect. So indirect questions practice cheyanam ennundengil we need that writing practice within the time. Adayithu 8 minutes sharp 8 minutes കഴിയുമ്പോൾ എഴുതി തീർക്കണം. സോ അതിന് യു ഹാവ് ടു കീപ്പ് ഇൻ അലാം ആൻഡ് ജസ്റ്റ് സി 8 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് ദെൻ ആൻഡ് ദെൻ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ടൈം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാം. മറ്റേതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു വിൽ കംപ്ലീറ്റ് ദാറ്റ്, യു വിൽ കം ബാക്ക് റൈറ്റ് ദിസ്. അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. നിങ്ങൾ 60 marks 70 marks എഴുതിയിട്ട് വരും. നമ്മുടെ എയിം എന്താണ്? മാക്സിമം എഴുതുക. സോ ചില സമയത്ത് കുട്ടികൾക്ക് കൺക്ലൂഷൻ എഴുതാൻ പറ്റിയെന്ന് വരില്ല. ആൻസർ പ്രസന്റേഷൻ എങ്ങനെയാണ്? വിൽ റൈറ്റ് ഇൻ 3 different paragraphs: പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണോ ആക്ട് പറയുന്നത് അത് യു വിൽ റൈറ്റ് ഇൻ ദ പ്രൊവിഷൻ കോളം. അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ്റെ ഫാക്ട്സ് മാത്രം എഴുതുന്ന ഒരു കോളാണ്. എല്ലാ ഫാക്ട്സും എഴുതരുത്, വേണ്ടിയ റെലവൻറ്റ് ഫാക്ട്സ് മാത്രം എഴുതും. കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം 1 or 2 lines യു വിൽ ജസ്റ്റ് കണക്ട് വിത്ത് ദ പ്രൊവിഷൻ ആൻഡ് ദെൻ കൺക്ലൂഡ്. ചിലപ്പോൾ നമുക്ക് കൺക്ലൂഷൻ എഴുതാൻ സമയം കിട്ടില്ല, പക്ഷേ പ്രൊവിഷൻ എഴുതും, അനാലിസിസ് എഴുതും, യു വിൽ ഗെറ്റ് മാർക്സ്. അപ്പോൾ ഒരു 5 marks ക്വസ്റ്റൻ ആണെങ്കിൽ ദർ ആർ ഹൈ ചാൻസസ് യു വിൽ ഗെറ്റ് 2.5 to 3 marks. പക്ഷെ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോയി വേറൊരു ക്വസ്റ്റൻ വിടുവാണെങ്കിൽ കൺക്ലൂഷൻ ഇതിൻ്റെ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മറ്റേ ക്വസ്റ്റൻ കംപ്ലീറ്റ്ലി വിട്ടെന്ന് പോകും. ടൈം മാനേജ്മെന്റ് ഇഷ്യൂ. സോ അത് നമ്മൾക്ക് 3 months പ്രാക്ടീസ് ചെയ്തെടുക്കണം. സോ എവ്രി ഡേ യു ഹാവ് ടു പ്രാക്ടീസ് ദിസ്. അപ്പോൾ ആ എക്സാം ഡേയിൽ നിങ്ങൾ സെൽഫായിട്ട് എക്സാം എഴുതണം, ആൻസേഴ്സ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം, ലീഗൽ ലാംഗ്വേജ് ബെറ്റർ ആക്കണം. നോർമൽ ഇംഗ്ലീഷ് എഴുതിയിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ പേപ്പർ തന്നെ ലോ എന്നാണ്. അപ്പോൾ ആ ലീഗൽ ലാംഗ്വേജ്, ലീഗൽ ടേംസ് മാക്സിമം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ എഴുതിപ്പിക്കുന്നുണ്ടല്ലോ, ദിസ് ഇസ് എ ലീഗൽ വേർഡ്, ട്രൈ ടു യൂസ് ദീസ് വേർഡ്സ് എന്നൊക്കെ പറയുന്നതിന് കുറച്ചും കൂടെ എംഫസിസ് കൊടുത്തിട്ട് കൂടുതൽ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ദാറ്റ് യു ഗെറ്റ് വെരി ഫെമിലിയർ വിത്ത് ദോസ് ലീഗൽ വേർഡ്സ്. അതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, നൗ ഹൗ ഡു യു പ്രിപ്പയർ ദിസ്? എവറി ഡേ ജസ്റ്റ് സ്പെൻഡ് 3 hours ഫോർ ലോ. ഞാൻ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നിങ്ങൾ ലോ എന്ന് പറയുന്നൊരു പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഡേ അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ലോ ഒരു ഫുൾ ഡേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര പ്രോഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല, ബിക്കോസ് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ലോഡ് ഓഫ് പ്രൊവിഷൻസ് ദാറ്റ് യു ഹാവ് ടു റിക്കലക്ട്. സെക്കൻഡ് തിങ്, അതെങ്ങനെ ഏതൊക്കെ സബ്ജക്ട്സ് ആയിട്ട് ക്ലബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഫ് യു പേഴ്സണലി ആസ്ക് മീ, മൈ പേഴ്സണൽ ഒപ്പീനിയൻ വിൽ ബി, please don't club it with auditing or tax. കാരണം tax is a completely provisional paper just like law. Auditing is kind of a theory paper. So clubbing both of these paper is not a good idea. So ബാക്കിയുള്ള പേപ്പേഴ്സ് ലൈക്ക് കോസ്റ്റിംഗ്, അക്കൗണ്ടൻസി, IDT ഒക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലബ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല. പ്രിഫറബിളി ഗോ ഫോർ അക്കൗണ്ടിങ് ഓർ കോസ്റ്റിംഗ്. നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് പഠിക്കാം. അല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇട്ട് വേണമെന്നുണ്ടെങ്കിലും ക്ലബ് ചെയ്യാം. ആസ് ഇൻ നിങ്ങളൊരു ഫുൾ ഡേ FM പഠിക്കുന്നു, മോർണിംഗിൽ യു വിൽ സ്പെൻഡ് 1.5 hours ഫോർ ലോ ആൻഡ് ഈവനിങ് 1.5 hours ഫോർ റൈറ്റിംഗ്. കാരണം വായിച്ച് മാത്രം പഠിച്ചാൽ പോരാ, മോർണിംഗിൽ നിങ്ങൾ പഠിക്കുന്നു, ഈവനിംഗിൽ നിങ്ങൾ റൈറ്റിംഗ്. ഐദർ ഓഫ് ഇറ്റ്, വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു. അല്ലെങ്കിൽ തലേദിവസം രാത്രി നിങ്ങൾ പഠിക്കുന്നു, എന്ന് വൈകുന്നേരം പഠിക്കുന്നു, ആൻഡ് നെക്സ്റ്റ് ഡേ യു ആർ ഗോയിങ് ടു റൈറ്റ്. വിച്ച് മോർണിംഗിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചൊരു കംഫർട്ടബിൾ. സോ വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഡു ദാറ്റ്. ഇങ്ങനെയാണ് ഈ പേപ്പർ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ എവറി ഡേ ടോപ്പിക് വന്നിരിക്കുന്ന മാക്സിമം 5 or 6 topics ആണ്. വെരി ഈസി ടു കംപ്ലീറ്റ് ഇൻ എ ഡേ. 3 hours ഒക്കെ മോർ ദൻ ഇനഫ് ആണ്, ഇൻക്ലൂഡിങ് ദ റൈറ്റിംഗ് ടൈം. അതിട്ടിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ദിസ് ഇസ് ഹൗ യു പ്ലാൻ പ്രോപ്പർലി ദിസ് പേപ്പർ. അതായത് പ്രോപ്പറായിട്ട് എഴുതി റിവിഷനോട് കൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഡോണ്ട് ഡെഡിക്കേറ്റ് എനി പെർട്ടിക്കുലർ ഡേ ഫോർ ലോ, ജസ്റ്റ് ഗോ വിത്ത് സബ്ജക്ട്സ്, എനി ഓഫ് ദോസ് problem papers, so it might be very comfortable for you to study. So hope this video was helpful. നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പ്രിപ്പറേഷൻ്റെ സൈഡിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഐ കം ആൻഡ് റിപ്ലൈ. എന്തെങ്കിലും ലൈക്ക് ആസ് ഇൻ ഹൗ ടു അപ്രോച്ച് എ പെർട്ടിക്കുലർ ഏരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അഗെയിൻ ഡൗൺലോഡ് ദ PDF which is given again in the description box. അത് പ്രിൻറ്റ് എടുക്കുക. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.